ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVS ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2 അഞ്ചാമത്തെ ചാപ്റ്ററാണ്. പല രൂപത്തിൽ നമുക്ക് ചുറ്റും. നമുക്ക് തുടങ്ങാം. അനു ചിത്രം വരയ്ക്കാൻ മിടുക്കിയാണ്. വിവിധ വസ്തുക്കളുടെ ചിത്രം വരയ്ക്കാൻ അനുവിനോട് ആവശ്യപ്പെടുകയാണ് നലിൻ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അനു ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ നലിൻ എന്താണ് പറയുന്നത്? കല്ല്, മിഠായി, വെളിച്ചെണ്ണ, തേന്, കസേര, വെള്ളം ഇവയെല്ലാം വരയ്ക്കണേ. അപ്പോൾ നലിൻ പറയുന്ന വസ്തുക്കൾ നിങ്ങളൊന്ന് വരച്ചു നോക്കൂ. അതിലേതെല്ലാം വസ്തുക്കളെയാണ് നിങ്ങൾക്ക് കൃത്യമായി വരയ്ക്കാൻ സാധിച്ചത്? ഏതൊക്കെയാണ് നമുക്ക് ഒരു ഷേപ്പിൽ കറക്റ്റായി വരയ്ക്കാൻ പറ്റുക? കല്ല് വരയ്ക്കാൻ പറ്റും, മിഠായി വരയ്ക്കാൻ പറ്റും, പിന്നെ അതിൽ കസേരയും വരയ്ക്കാൻ പറ്റും. ഏതെല്ലാം വസ്തുക്കളെയാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കാത്തത്? ഏതൊക്കെയാണ്? വെളിച്ചെണ്ണ, പിന്നെ അതേപോലെ വെള്ളം, തേന്. ഇവയൊന്നും നമുക്ക് കറക്റ്റ് ഷേപ്പിൽ വരയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അത് മൂന്നും അവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തെ കൂട്ടത്തിലെ വസ്തുക്കളെ വരയ്ക്കാൻ സാധിച്ചതിന് കാരണം എന്താകാം? അതെന്താ? ആ വസ്തുക്കൾക്ക് ഒരു ഷേപ്പ് ഉണ്ട്. ഇപ്പോൾ കസേര എന്നൊക്കെ പറയുമ്പോൾ കസേര അതേപോലെ വരയ്ക്കാം. അതാണ് ഒന്നാമത്തെ കൂട്ടത്തിലെ സാധനങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചുറ്റും പലതരത്തിലുള്ള വസ്തുക്കൾ കാണപ്പെടുന്നുണ്ടല്ലോ. അവയെല്ലാം ഒരേ ആകൃതിയിലാണോ കാണപ്പെടുന്നത്? അല്ല അല്ലേ, പല ആകൃതിയിലാണ്. ഇപ്പോൾ കല്ലും കസേരയും അതൊക്കെ തന്നെ നോക്കൂ, മിഠായിയൊക്കെ. നിശ്ചിത ആകൃതിയിലുള്ള വസ്തുക്കളെ ഖരവസ്തുക്കൾ എന്ന് വിളിക്കാം. അതാണ് പറയുന്നത്. ഇതേപോലെ കറക്റ്റ് ആകൃതിയുള്ള ഓരോ വസ്തുക്കളെയും നമ്മൾ ഖരവസ്തുക്കൾ എന്നാണ് പറയുക. ഇപ്പോൾ കല്ലിന് കറക്റ്റ് ഒരു ആകൃതി ഉണ്ട്. ഇതൊക്കെ പഠിക്കുക. ഖരവസ്തുക്കൾ എന്താണെന്നൊക്കെ എക്സാമിന് വരും ഉണ്ടല്ലേ. അടുത്തത് ഭാരം. ഒരു ചെറിയ ചുടുകട്ടയും വലിയ ചുടുകട്ടയും ഉയർത്തി നോക്കൂ. ഏത് കട്ട ഉയർത്താനാണ് കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ടത്? കാരണം എന്ത്? അതായത് ചെറിയ കട്ടയും വലിയ കട്ടയും ഉയർത്തുമ്പോൾ വലിയ കട്ടക്ക് തന്നെയാണ് ഭാരം കൂടുതലുണ്ടാവുക അല്ലേ? എല്ലാ വസ്തുക്കൾക്കും ഒരേ ഭാരമാണോ? അല്ല. വ്യത്യസ്ത ഖരവസ്തുക്കളുടെ ഭാരം സ്കൂളിലെ റിംഗ് ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കൂ. എന്തായാലും എല്ലാത്തിനും ഒരേ ഭാരം ആവില്ല. ഭാരം കൂടിയതുണ്ടാവും, ഭാരം കുറഞ്ഞതൊക്കെ ഉണ്ടാവും. ഇനി ഇരിക്കാനൊരിടം. ഒരു ഗ്ലാസ് ടംബ്ലർ നിറയെ വെള്ളമെടുത്ത് അതിലേക്ക് കയറിൽ കെട്ടി ഒരു കല്ല് സാവധാനം ഇറക്കി നോക്കൂ. എന്താണ് നിരീക്ഷിച്ചത്? എന്താണ് നിറയെ ഇതിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്ലാസ് ടംബ്ലറിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ ഒരു ചെറിയ കല്ല് കെട്ടിയിട്ട് അതിൽ കിട്ടപ്പോൾ വെള്ളം കുറച്ച് പുറത്തേക്ക് പോയത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. പിന്നെ കുറച്ചുകൂടി വലിയ കല്ല് വെള്ളത്തിലേക്ക് ഇറക്കി നോക്കൂ. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വെള്ളം പോകും. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? കാരണം എന്തായിരിക്കും? എന്താണിങ്ങനെ വെള്ളം പോകാനുള്ള കാരണം ഈ കല്ല് അതിലേക്ക് ചെല്ലുമ്പോൾ ആ കല്ല് നിൽക്കുന്ന അത്രയും സ്ഥലത്തെ വെള്ളം പോകും. കല്ലിന് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്ഥലത്തിൽ അത്രയും വെള്ളം പോകും. അതിനർത്ഥം ഇവിടെ ഈ ഓരോ ഖരവസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. കൂടുതൽ വലിപ്പമുള്ള വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ഈ ഒരു പരീക്ഷണം കാണിക്കുന്നത്. ഓക്കെ. ഇനി ഖരവസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്താണ് ഖരവസ്തുക്കൾക്ക് ഉള്ള പൊതുവായ പ്രത്യേകത? ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായ ആകൃതിയുണ്ട്. പിന്നെ എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. പിന്നെ അവയ്ക്ക് ഭാരമുണ്ട്. ഓക്കെ. ഇനി വെള്ളത്തിൻ്റെ ആകൃതി. വെള്ളത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ചുവടെ കാണുന്ന ആകൃതിയിലുള്ള പാത്രങ്ങളിൽ വെള്ളം നിറച്ചു നോക്കൂ. അതായത് നമുക്കൊരു പാത്രങ്ങളിൽ വെള്ളം എടുക്കാൻ പറ്റും. ഓരോ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ ആകൃതി നിരീക്ഷിക്കുക. അതെന്താണ്? നമ്മൾ ഏത് പാത്രത്തിലാണോ വെള്ളം നിറക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതി ആയിരിക്കും വെള്ളത്തിന്. ഇപ്പോൾ ഇവിടെ പല ആകൃതിയിലുള്ള പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെള്ളം ഒഴിച്ചാൽ ആ ഓരോരോ പാത്രങ്ങളിലെയും ആകൃതി ആയിരിക്കും വെള്ളത്തിന്. ഒരേ ആകൃതിയാണോ? അല്ല. വെള്ളത്തിൻ്റെ ആകൃതിയെക്കുറിച്ച് നിങ്ങളുടെ നിഗമനം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്താണ്? വെള്ളത്തിന് നിശ്ചിത ആകൃതി ഇല്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. ഓക്കെ. ഇനി വെള്ളത്തിൻ്റെ ഭാരമാണ്. നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൻ്റെ ഭാരം വെള്ളം നിറക്കുന്നതിന് മുമ്പും നിറച്ചതിന് ശേഷം സ്കൂളിലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കൂ. അത് വെള്ളം നിറക്കുന്നതിന് മുമ്പുള്ള ഭാരം, നിറച്ചതിന് ശേഷമുള്ള ഭാരം. എന്തായാലും വെള്ളം നിറച്ചാൽ ഭാരം കൂടൂലേ വാട്ടർ ബോട്ടിലിന്? ഇനി രണ്ട് ഭാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം എന്താകും? വെള്ളത്തിന് ഭാരമുണ്ട്. അത് നമുക്കറിയാം. ഇപ്പം നമ്മൾ കുപ്പിയിൽ വെള്ളം നിറക്കുമ്പോൾ ആ കുപ്പിക്ക് കനം കൂടും. ഓക്കെ. ഇനി വെള്ളത്തിൻ്റെ ശക്തി കേട്ടോ. ഒഴുകുന്ന വെള്ളത്തിന് ശക്തി ഉണ്ടോ? വായുവട്ടമുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പിൽ 6 ഐസ്ക്രീം സ്പൂൺ ഉപയോഗിച്ച് ഒരു ചക്രം നിർമ്മിക്കൂ. ഇതേപോലെ ഇതൊരു ഡപ്പയുടെ അടപ്പാണ്. ആ അടപ്പിൽ ഇതേപോലെ 6 സ്പൂൺ വെച്ചിട്ടാണ്. ഓക്കെ. ഇങ്ങനെ എന്നിട്ട് ചക്രം ഉണ്ടാക്കി. ഇനി ഈ ചക്രം ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ക്രമീകരിക്കൂ. പൈപ്പിൽ നിന്നും വീഴുന്ന വെള്ളത്തിന് നേരെ അത് വെക്കാൻ. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ ചക്രം സ്വാഭാവികമായിട്ടും കറങ്ങും. ഓരോ സ്പൂണുക്ക് ഇപ്പോൾ ഒരു സ്പൂണുക്ക് ഇവിടെ വെള്ളം ചാടുന്ന കാണാം. പിന്നെ അത് താഴേക്ക് പോകും. അപ്പോൾ അടുത്ത സ്പൂണുക്ക് ചാടും. അങ്ങനെ ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ എന്താണ് അതപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? വെള്ളത്തിന് ശക്തി ഉണ്ട്. വെള്ളത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഈ ചക്രം കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട്. ഇനി വെള്ളം ഏതവസ്ഥയിൽ കാണപ്പെടുന്നു? ഏതാണ്? ദ്രാവകം. അതായത് വെള്ളം പോലെയുള്ള വെളിച്ചെണ്ണ, മണ്ണെണ്ണ ഇങ്ങനത്തെ ഒക്കെ വസ്തുക്കളെ നമ്മൾ ദ്രാവക അവസ്ഥ എന്നാണ് പറയുക. ഇപ്പം നമ്മൾ കല്ല് ഒരു കൃത്യമായ ആകൃതി ഉള്ളതിന് നമ്മൾ ഖരാവസ്ഥ എന്ന് പറഞ്ഞു. എന്നാൽ ആകൃതി ഇല്ലാത്ത ഇതേപോലുള്ള വെള്ളം പോലുള്ള സാധനങ്ങളെ നമ്മൾ ദ്രാവകങ്ങൾ എന്നാണ് പറയുക. പിന്നെ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഈ അവസ്ഥയിൽ കാണപ്പെടുന്ന മറ്റു വസ്തുക്കളുടെ പേരെഴുതുക. വെളിച്ചെണ്ണ, മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ, തേന്, അങ്ങനെ എല്ലാതും എഴുതാം. കൃത്യമായ ആകൃതി ഇല്ലാത്തതും ഒഴുകുന്നതുമായ വസ്തുക്കളാണ് ദ്രാവകങ്ങൾ. വെള്ളം, എണ്ണ തുടങ്ങിയവ ദ്രാവകങ്ങളാണ്. ഓക്കെ, ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ദ്രാവകങ്ങൾ കണ്ടെത്തി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടെത്തിയിട്ട് റൗണ്ട് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് വെള്ളമുണ്ട്, പെട്രോള്, വെളിച്ചെണ്ണ ഉണ്ട്, മണ്ണെണ്ണ ഉണ്ട്, തേനുണ്ട്, പാലുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ദ്രാവകാവസ്ഥയിലുള്ളത്. ഇനി ദ്രാവകങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഉൾപ്പെടുത്തി പദസൂര്യം പൂർത്തിയാക്കണം. എന്താണ് ദ്രാവകം? അതിന് നിശ്ചിത ആകൃതി ഇല്ലാന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാ? അതിന് ഒഴുകാൻ കഴിയും. പിന്നെ എന്താണ്? സ്ഥിതി ചെയ്യുന്ന ഒരു പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു. പിന്നെ എന്താ എഴുതാം? ഭാരമുണ്ട്. ഓക്കെ, ഇനി കളിപ്പങ്കയും കാറ്റും. ഒരു ചിത്രകഥ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. എന്താണ്? അനുവും കുടുംബവും ഉത്സവം കണ്ട് ബസ്സിൽ മടങ്ങുകയാണ്. അനുജന്റെ കയ്യിൽ ഉത്സവപ്പറമ്പിൽ നിന്നു വാങ്ങിയ ഒരു കളിപ്പങ്കയുണ്ട്. കളിപ്പങ്ക നിങ്ങൾക്കറിയാലോ, ഈ ഓലോണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പമ്പരം പോലത്തെ ഒരു സാധനം. ബസ് ഓടി തുടങ്ങിയപ്പോൾ കളിപ്പങ്ക കറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, ഹായ് ചേച്ചി നോക്ക്, എൻ്റെ കളിപ്പങ്ക കറങ്ങുന്നു. അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ കളിപ്പങ്കയുടെ കറക്കം നിന്നു. അപ്പോൾ അനുജൻ കരയാൻ തുടങ്ങി. എന്താണ് പറയുന്നത്? എൻ്റെ കളിപ്പങ്ക കറങ്ങുന്നില്ല, എൻ്റെ കളിപ്പങ്ക കറങ്ങണം. അതായത് ബസ് നിർത്തിയപ്പോൾ കാറ്റ് വരുന്നില്ല, അപ്പോൾ കളിപ്പങ്കയുടെ കറക്കം നിന്നു. അവൻ കരച്ചിൽ തുടർന്നപ്പോൾ അമ്മ കളിപ്പങ്കയിലേക്ക് ഊതി അതിനെ കറക്കി. ബസ് ഓടി തുടങ്ങിയപ്പോൾ വീണ്ടും കളിപ്പങ്ക കറങ്ങി തുടങ്ങി. അവന് സന്തോഷമായി. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? ബസ് നിർത്തിയ സമയത്ത് കളിപ്പങ്ക കറങ്ങാതിരുന്നത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടാണ്? കാറ്റ് കിട്ടിയാലുള്ളൂ, കാറ്റുള്ള സ്ഥലത്ത് പിടിച്ചാലുള്ളൂ കളിപ്പങ്ക കറങ്ങുക. കളിപ്പങ്ക കറങ്ങുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, കളിപ്പങ്ക പിടിച്ച് ഓടുമ്പോൾ, പിന്നെ കാറ്റടിക്കുമ്പോൾ, പിന്നെ ഫാനിൻ്റെ ചുവട്ടിൽ പിടിക്കുമ്പോൾ. അങ്ങനെ കാറ്റുള്ള സാഹചര്യങ്ങളിലൊക്കെ കളിപ്പങ്ക കറങ്ങും. മുകളിലെ സന്ദർഭങ്ങളിലെല്ലാം കളിപ്പങ്കയെ കറങ്ങാൻ സഹായിച്ചത് എന്താണ്? കാറ്റുണ്ടെന്ന് നാം തിരിച്ചറിയുന്നത് എങ്ങനെയല്ല? എന്താണ്? കാറ്റാണ്. കാറ്റുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയണത്? ഇലകൾ ചലിക്കുന്നു, പിന്നെ പട്ടം പറത്താൻ നോക്കുമ്പോൾ പട്ടം പറക്കുന്നു. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് കാറ്റുണ്ടെന്ന് തിരിച്ചറിയും? നമ്മുടെ മേത്ത് വീശുമ്പോൾ, പിന്നെ ഫാൻ കറങ്ങുമ്പോഴൊക്കെ കാറ്റുണ്ടാവും. ഒരു പേപ്പർ എടുത്ത് വീശി നോക്കൂ, നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? എന്താണ്? കാറ്റ് അല്ലേ? കാറ്റുണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് ചുറ്റുമുള്ള വായുവിനെ ചലിപ്പിച്ചു. എന്താണ് കാറ്റ്? എന്താണ് കാറ്റ്? ചലിക്കുന്ന വായുവാണ് കാറ്റ്. അതായത് നമുക്ക് ചുറ്റും വായുണ്ട്. വായു എല്ലാ സമയത്തും വായുണ്ട്. നമ്മൾ ശ്വസിക്കുന്നതിന് വായുവാണ്. അപ്പോൾ ഈ വായു നല്ല ശക്തിയായി ചലിക്കുന്നതാണ് കാറ്റ്. നമുക്കൊരു കളിപ്പങ്ക നിർമ്മിച്ചാലോ? ആവശ്യമായ സാമഗ്രികൾ 15 സെൻറ്റിമീറ്റർ നീളമുള്ള 2 തെങ്ങോല കഷ്ണങ്ങൾ, ഈർക്കിൾ, കത്രിക. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇനി എന്താണ്? വായു എപ്പോഴും ചലിക്കുന്നുണ്ടോ? എന്താ? ക്ലാസ്സിലെ ഫാൻ കറങ്ങുമ്പോൾ വായുവിൻ്റെ ചലനം നമുക്ക് അനുഭവപ്പെടുന്നില്ലേ? ഫാൻ നിർത്തി നോക്കൂ, ഇപ്പോൾ വായു ചലിക്കുന്നുണ്ടോ? ഫാൻ നിർത്തിയാൽ വായുവിൻ്റെ ചലനം നമുക്ക് അനുഭവപ്പെടില്ല. കാരണം വായു ചലിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അനുഭവപ്പെടില്ല. ഇവിടെ ഒരു ചിത്രം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി ഇവിടെ ഒരു പുൽത്തൈൽ എന്തോ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള വരുന്ന സ്മെല്ല് ഈ കുട്ടി ഹായ് നല്ല മണം എന്ന് പറഞ്ഞ് ശ്വസിക്കുന്നുണ്ട്. മണം എങ്ങനെയാണ് കുട്ടിയുടെ മൂക്കിലെത്തിയത്? വായു ഉള്ളത് കൊണ്ടാണ്. കാരണം ഈ വായു ചലിക്കുന്നത് ഈ മണം പോകുന്ന ദിശയിലാണ്. വായുവിലൂടെയാണ് ആ മണം അവളുടെ മൂക്കിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വായുവിലൂടെ. മേശപ്പുറത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കൂ, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഒരു മൂലയിൽ ഏതാനും മുല്ലപ്പൂക്കളോ പുൽത്തൈലത്തിൽ മുക്കിയ ഒരു പന്നി കഷ്ണമോ വെച്ചു നോക്കാം. എന്തനുഭവപ്പെടുന്നു? അതായത് ഒരു മേശപ്പുറത്ത് ചന്ദനത്തിരി ഉണ്ടല്ലോ, പുക വരുന്നത്, അത് കത്തിച്ചേക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഒരു മൂലയിൽ മുല്ലപ്പൂക്കൾ വെക്കുക.
പുൽത്തൈലത്തിൽ മുക്കിയ ഒരു പന്നി കഷ്ണമോ അതൊക്കെ വെച്ചാൽ എന്തനുഭവപ്പെടും? നമുക്ക് അതിൻ്റെയൊക്കെ മണം കിട്ടും. ഇവയുടെ മണം ഗ്ലാസ് മുഴുവൻ വ്യാപിച്ചത് എങ്ങനെയാകും? അതെങ്ങനെയാണ്? വായുവിലൂടെ തന്നെയാണ് അതും. വായു ചലിക്കുമ്പോൾ വായുവിൻ്റെ ചലന ദിശയിലൂടെ അത് നമ്മുടെ മൂക്കിലേക്ക് വരും. ഈ സമയത്ത് കാറ്റിൻ്റെ ചലനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോ? ഇല്ല. വായുവിൻ്റെ ചെറിയ ചലനം പോലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഉപകരണം നിർമ്മിച്ചാലോ? അതായത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. എന്തൊക്കെയാണ്? അതിന് പേപ്പർ, കത്രിക, നൂല് വേണം. അത് കനം കുറഞ്ഞതും വീതി കുറഞ്ഞതുമായ പേപ്പർ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കുക, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. എന്നിട്ട് ആ പേപ്പർ കഷ്ണം പെൻസിലിൽ ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുരുളാക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെ പേപ്പറിൻ്റെ ഒരറ്റത്ത് നൂല് കെട്ടുക, ഗ്ലാസ്സിലൊരിടത്ത് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടുക. അപ്പോൾ നിരീക്ഷിച്ച കാര്യം രേഖപ്പെടുത്തൂ. അപ്പോൾ എന്താണ് ഉണ്ടാവുക? ഈ വായു ചലിക്കുന്നുണ്ട്. വായു ചലിക്കുന്നതിനനുസരിച്ചിട്ട് ഈ പേപ്പർ, കെട്ടിത്തൂക്കിയ പേപ്പർ ആടുന്നുണ്ട്. അത് വെച്ച് നമുക്ക് വായുവിൻ്റെ ചലനം മനസ്സിലാക്കാം. ഇനി കനം കുറഞ്ഞ പേപ്പറിന് പകരം കനം കൂടിയ കാർഡ്ബോർഡ് കഷ്ണം കെട്ടിത്തൂക്കി നോക്കൂ. എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? നല്ല കനം കൂടിയ കാർഡ്ബോർഡ് വെച്ചാൽ അത് ചലിക്കില്ല. കാരണം വായു ചെറുതായി മാത്രമേ ചലിക്കുന്നുള്ളൂ. അപ്പോൾ കനം കൂടിയതാണെങ്കിൽ അത് ചലിക്കില്ല. വായുവിൻ്റെ ചലനത്തെക്കുറിച്ച് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? അന്തരീക്ഷത്തിൽ വായു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തിയായി ചലിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. അതെ, അതായത് വായു എപ്പോഴും ചലിക്കുന്നുണ്ട്. ശക്തമായി ചലിക്കുമ്പോഴാണ് അത് കാറ്റായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി വായുവിനെ എങ്ങനെയെല്ലാമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? എങ്ങനെയാണ്? നമ്മൾ ശ്വസിക്കുന്നത് വായുവാണ്. ശ്വസിക്കാൻ, പിന്നെ വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റ് നിറക്കാൻ, അതെ, പിന്നെന്താണ്? ബലൂണിൽ കാറ്റ് നിറക്കാൻ, പിന്നെ പമ്പരം ഊതാന് ഒക്കെ നമ്മൾ വായു ഉപയോഗിക്കുന്നു. ഇനി വായുവിലും ജലമോ? ഒരു ദിവസം മീനുവും അനുജനും കൂടി കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ശക്തമായ മഴ തുടങ്ങി. ബസ്സിനുള്ളിലെ ഗ്ലാസ് ഭാഗത്ത് വെള്ളത്തുള്ളികൾ കണ്ട മീനു ഡ്രൈവറോട് ചോദിക്കുന്നത് ശ്രദ്ധിക്കൂ. അതായത് ഇപ്പോൾ മഴ പെയ്താൽ ബസ്സിലായാലും, ബസ്സിൻ്റെ ഗ്ലാസ് ആയാലും, വാഹനങ്ങളുടെ ഗ്ലാസ്സിലും, നമ്മുടെ ജനാലകളിലൊക്കെ എന്താണ്, പുറത്താണ് വെള്ളം തട്ടുന്നത്. പക്ഷെ ഉള്ളിലും എന്താണ്, വെള്ളത്തുള്ളികൾ പോലെ കാണപ്പെടുന്നുണ്ടാവും ജനാലയിലെ ഉള്ളിലൊക്കെ. അപ്പോൾ എന്താണ് മീനു പറയുന്നത്? ഗ്ലാസ്സിൽ ഈ വെള്ളത്തുള്ളികൾ എവിടെ നിന്ന് വന്നു? ഗ്ലാസ്സിന് പൊട്ടലുണ്ടോ? അപ്പോൾ ഡ്രൈവർ എന്താ പറയുന്നത്? ഗ്ലാസ്സിന് പൊട്ടലൊന്നുമില്ല, ബസ്സിനുള്ളിലെ വായുവിലെ ജലമാണത്. അതാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടിയോട് ചിന്തിക്കുന്നുണ്ട്, വായുവിലും ജലമോന്ന്. നമുക്ക് നോക്കാം. മിലന്റെ സംശയം പരിഹരിക്കാനായി ഒരു പരീക്ഷണം ചെയ്താലോ? ആവശ്യമായ സാമഗ്രികൾ: ഒരു ഗ്ലാസ് ടംബ്ലർ, ഐസ് കഷ്ണങ്ങൾ. ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് ഐസ് കഷ്ണങ്ങൾ ഇടുക. അപ്പോൾ ഗ്ലാസിൻ്റെ പുറംഭാഗം നിരീക്ഷിക്കൂ. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഒരു ഗ്ലാസ് ടംബ്ലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതൊക്കെ എന്താണ്, ഐസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? നിങ്ങളൊന്ന് ഇട്ട് നോക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക? വെള്ളത്തുള്ളികൾ പുറത്തേക്കും വരും അല്ലേ? ആ ഗ്ലാസിൻ്റെ പുറം ഭാഗത്തും എന്തായിട്ടുണ്ടാവും? വെള്ളം വന്നിട്ടുണ്ടാവും, വെള്ളത്തുള്ളികൾ. ഓക്കെ, അപ്പോൾ വെള്ളത്തുള്ളികൾ എവിടെ നിന്നാകും വന്നത്? വായുവിൽ നിന്ന്. വായുവിലെ ഏത് ഘടകമാകും വെള്ളത്തുള്ളിയായി മാറിയത്? വായുവിൽ ജലകണികകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ജലകണികകളാണ് വെള്ളത്തുള്ളിയായി മാറുന്നത്. ഓക്കെ, അപ്പോൾ വായുവിലും ജലമുണ്ട്. ഇനി വായുവിനും സ്ഥലം ആവശ്യമോ? ഈ കുട്ടി എന്താ ചിന്തിക്കുന്നത്? വായുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ, അങ്ങനെയെങ്കിൽ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ എന്നാണ് ഈ കുട്ടിയുടെ സംശയം. വിധുവിൻ്റെ സംശയം ദൂരീകരിക്കാൻ ഒരു പരീക്ഷണം ചെയ്താലോ? അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? അത് ബീക്കർ വേണം, വെള്ളം വേണം, ചെറിയ പ്ലാസ്റ്റിക് പന്ത് വേണം, പ്ലാസ്റ്റിക് ടംബ്ലർ വേണം. ബീക്കറിലെ 3/4 ഭാഗത്തോളം വെള്ളം നിറക്കുക. ഇവിടെ കാണുന്നുണ്ട് ചിത്രത്തിൽ. വെള്ളത്തിന് മുകളിൽ പ്ലാസ്റ്റിക് പന്ത് വെക്കുക. പ്ലാസ്റ്റിക് വെള്ളത്തിൽ എപ്പോഴും പൊങ്ങി കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് പന്ത് വെക്കുക. പന്തിന് മുകളിൽ ഈ ടംബ്ലർ അമർത്തി പിടിക്കുക. അതായത് ഈ ഗ്ലാസ് എന്താക്കുക? ഈ പന്തിന് മുകളിൽ, വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന പന്തിന് മുകളിൽ ഈ ഗ്ലാസ് വെച്ചിട്ട് എന്താക്കുക? അത് അടിയിക്ക് കൊണ്ടുപോവുക, ഈ ബീക്കറിൻ്റെ അടിയിക്ക് കൊണ്ടുപോവുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ, മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ. അപ്പോൾ പന്തിൻ്റെ സ്ഥാനം നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് പന്തിൻ്റെ സ്ഥാനം? ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. പന്തിനെ ബീക്കറിൻ്റെ താഴ്ഭാഗത്തേക്ക് തള്ളി നീക്കിയത് എന്താണ്? ഈ പന്തിനെ ബീക്കറിൽ ഈ ഗ്ലാസ് വെച്ച് താഴ്ത്തിയപ്പോൾ അതിനെ എന്താണ് താഴത്തേക്ക് തള്ളി നീക്കിയത്? എന്താണ്? വായു ആവും. പന്തിനെ ആദ്യത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാം? എന്താക്കണം? ഈ ഗ്ലാസ് പൊക്കണം. അത് അടിഭാഗത്ത് ദ്വാരമിട്ടൊരു പ്ലാസ്റ്റിക് ടംബ്ലർ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കുക. അതായത് ഈ ടംബ്ലർ
അതിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ ഓട്ടയിടുക. എന്നിട്ട് ഇതേപോലെ ഈ പന്തിനെ ഈ ഗ്ലാസ് കൊണ്ട് അടിയിലേക്ക് കൊണ്ടുപോവുക. അപ്പം എന്താ ഉണ്ടാവുക? പന്ത് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ ചെറിയ ദ്വാരം കാരണം ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെള്ളം ഫുള്ളായിട്ട് നിറഞ്ഞു. അപ്പോൾ പന്തും അതിൻ്റെ കൂടെ പൊങ്ങി. ഒന്നാമത്തെ പരീക്ഷണത്തിൽ പന്ത് ടംബ്ലറിൻ്റെ താഴ്ഭാഗത്തും രണ്ടാമത്തെ പരീക്ഷണത്തിൽ പന്ത് മുകളിലേക്ക് നീങ്ങിയും കാണാൻ കാരണം എന്താകും? ഒന്നാമത്തെ ഈ ഗ്ലാസ്സിൽ ഓട്ടയില്ലാത്ത കാരണം ഈ വായുവിന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പന്ത് താഴ്ഭാഗത്ത് നിൽക്കും. എന്നാൽ രണ്ടാമത്തേൽ ഒരു ഓട്ട ഇട്ടുകൊണ്ട് എന്താണ് ഉണ്ടായത്? വായുവിന് സുഖമായിട്ട് മേലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ വെള്ളം നിറഞ്ഞിട്ട് പന്ത് വെള്ളത്തിൻ്റെ ഒപ്പം പൊങ്ങി നിന്നു. ഓക്കെ. രണ്ടാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ വരുത്തിയ മാറ്റം എന്താണ്? ഗ്ലാസ് ടംബ്ലറിന് ഒരു ഓട്ട ഇട്ടു. അങ്ങനെ ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് ടംബ്ലറിൽ നിന്നും എന്താണ് പുറത്തേക്ക് പോയത്? ഈ പുളകായിട്ട് ഈ പോകുന്ന സാധനം വായുവാണ്. പരീക്ഷണം ചെയ്ത് നിങ്ങളുടെ നിഗമനം പരിസര പഠനത്തിൽ പുസ്തകത്തിൽ എഴുതാൻ. എന്താണ് നമ്മൾ കണ്ടെത്തിയത്? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്. അനുവിൻ്റെ ക്ലാസ്സിൽ മറ്റൊരു രീതിയിൽ പരീക്ഷണം ചെയ്തത് നോക്കൂ. എന്താണ് ടീച്ചർ പറയുന്നത്? ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗം വരെ ഉള്ളിൽ പേപ്പർ ചുരുട്ടി വെച്ച് ഗ്ലാസ് കമഴ്ത്തി പിടിച്ച് ബക്കറ്റിൻ്റെ വെള്ളത്തിൽ താഴ്ത്തുന്നു. അതായത് ഇവർ രണ്ടുപേരും ഗ്ലാസിൻ്റെ പകുതി ഭാഗം പേപ്പർ ചുരുട്ടി വെച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ബക്കറ്റിലെ വെള്ളത്തേക്ക് ഈ ഗ്ലാസ് കമഴ്ത്തി താഴ്ത്തുകയാണ്. അപ്പോൾ കുട്ടി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പേപ്പർ നനഞ്ഞു. പക്ഷെ മറ്റേ കുട്ടി എന്താണ്? എൻ്റെ പേപ്പർ ഒട്ടും നനഞ്ഞിട്ടില്ല. അനുവിൻ്റെ പേപ്പർ നനയാനും മിലിയുടെ പേപ്പർ നനയാതിരിക്കാനും കാരണം എന്താകും? എന്താണ്? ഈ ചിത്രം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അനു എന്താണ് ചെയ്യുന്നത്? അനു ഗ്ലാസ് താഴ്ത്തുന്നത് എങ്ങനെ നോക്കൂ? ചെരിച്ച് കൊണ്ടാണ്. ഗ്ലാസ് ഈ വെള്ളത്തേക്ക് ചെരിച്ച് താഴ്ത്തുമ്പോൾ ഉള്ളിക്ക് നല്ലോണം വെള്ളം കയറും. പക്ഷെ നമ്മൾ സ്റ്റഡിയിൽ നേരെ താഴ്ത്തുമ്പോൾ എന്താ ഉണ്ടാവുക? എത്ര മുക്കിയാലും ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ല. അതുകൊണ്ടാണ് ചെരിച്ചാക്കിയോണ്ടാണ് അനുവിൻ്റെ പേപ്പർ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയത്. ഇനി വായുവിൻ്റെ ആകൃതി. അതായത് പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ബലൂണുകളിൽ വായു നിറച്ച് അലങ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇവിടെ കെട്ടിത്തൂക്കിയത് നോക്കൂ. ഇത് നമ്മൾ വെറും ഒരു ഷീറ്റായിരിക്കും ഇത്. നമ്മൾ ഇതിലേക്ക് വായു നിറച്ചിട്ടാണ് ഇതിങ്ങനെ വീർപ്പിക്കുന്നത്, ബലൂണ് വീർപ്പിക്കുന്ന പോലെ. വായു നിറച്ചപ്പോൾ ബലൂണിൻ്റെ ആകൃതി ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണ്? അത് ഏത് ഷേപ്പിലാണോ അതേപോലെ ആയില്ലേ? അതായത് ഇപ്പോൾ വായു നിറച്ചപ്പോൾ ആ ഓരോ സ്പെല്ലിങ്ങിൻ്റെ ഷേപ്പിലാണ്. ഇനി ഓരോ അക്ഷരത്തിലെയും വായുവിൻ്റെ ആകൃതി ഒരുപോലെയാണോ? അല്ല. ഏത് സ്പെല്ലിംഗ് ആണോ അതിനനുസരിച്ചിട്ടാണ് അതിൽ വായു നിൽക്കുന്നത്. വായുവിന് നിശ്ചിത ആകൃതി ഉണ്ടോ? ഇല്ല അല്ലേ? നിങ്ങളുടെ കണ്ടെത്തൽ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. വായുവിന് ഒരു നിശ്ചിത ആകൃതി ഇല്ല. അത് ഏതിലാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ആകൃതി. വെള്ളത്തിൻ്റെ ഒക്കെ പോലെ. ഇനി അടുത്തത് വായുവിന് ഭാരമുണ്ടോ എന്നാണ് നോക്കുന്നത്. ചിത്രത്തിൽ സംഭാഷണം ശ്രദ്ധിക്കൂ. എന്താ പറയുന്നത്? നമുക്ക് ചുറ്റും വായു ഉണ്ട്, വായുവിന് പക്ഷെ ഭാരമില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ ഈ ഗേൾ എന്താ പറയുന്നത്? വായുവിന് ഭാരമുണ്ട്. ആരുടെ അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്? ആരുടേതിനാണ്? വായുവിന് ഭാരമുണ്ട് എന്നുള്ളതിനാണ്. കാരണം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. വായുവിന് ഭാരമുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു പരീക്ഷണം ചെയ്യാം. എന്താണ് ആവശ്യമായ സാമഗ്രികൾ? 2 ബലൂൺ, ഒരു ചെറിയ കമ്പ്, പിന്നെ നൂല്. ഇതേപോലെ ഒരു 2 ബലൂണുകൾ വീർപ്പിച്ച വായുഭാഗം കെട്ടിവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2 ബലൂണുകളും നീളമുള്ളതും വണ്ണം കുറഞ്ഞതുമായ ഒരു കമ്പിൻ്റെ 2 അറ്റങ്ങളിലായി കെട്ടി ഉറപ്പിക്കുക. വണ്ണമില്ലാത്ത ഒരു കമ്പെടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ഇതേപോലെ ബലൂൺ കെട്ടി തൂക്കുക. പിന്നെ കമ്പിൽ നൂൽ കെട്ടി ബലൂണുകളെ തുലനം ചെയ്ത് നിർത്തുക. അതായത് ആ കമ്പിൻ്റെ കറക്റ്റ് നടുഭാഗത്ത് നമ്മൾ വേറൊരു നൂല് കെട്ടിയിട്ട് ഇപ്പോൾ തുലാസിൻ്റെ ഒക്കെ പോലെ നമ്മൾ 2 ബലൂണിനെയും കറക്റ്റാക്കി നിർത്തുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു ബലൂണിലെ മാത്രം കാറ്റ് സൂചി കൊണ്ട് കുത്തി പുറത്തു കളയുക. അപ്പോൾ ഒരു ബലൂണ് പൊട്ടിച്ചു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങൾ പരീക്ഷണ കുറിപ്പായി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാൻ. എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് ഒരു ബലൂണ് പൊട്ടിയാൽ മറ്റേ ബലൂണ് അത്ര കനല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ചെരിയും. ആ ബലൂണിൻ്റെ ഭാഗം ഒന്ന് താഴേക്ക് പോകും. അപ്പോൾ അതിനർത്ഥം വായുവിന് ഭാരമുണ്ട് എന്നാണ്. കാരണം ഈ ബലൂണിൻ്റെ ഉള്ളിൽ വായു ആണല്ലോ, ഭാരം ഉള്ളതുകൊണ്ടാണല്ലോ അതൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞത്.
ഇനി നിങ്ങളോട് ഇത് പരീക്ഷണക്കുറിപ്പായിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യം. അപ്പോൾ പരീക്ഷണക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പരീക്ഷണക്കുറിപ്പ്? ആദ്യം നമ്മൾ ചെയ്യുന്ന പരീക്ഷണത്തിൻ്റെ പേരെഴുതുക. പിന്നെ അതിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മളിത് കണ്ടുപിടിക്കുക. നമ്മൾ വായുവിന് ഭാരം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. പിന്നെ അതിന് വേണ്ട സാമഗ്രികൾ, പിന്നെ പ്രവർത്തന ക്രമം. അതായത് ഇപ്പോൾ ഈ മുകളിൽ കൊടുത്ത ഈ പാരഗ്രാഫ് പോലെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അത് ബലൂൺ കെട്ടുക, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തന ക്രമം എഴുതുക. പിന്നെ നിരീക്ഷണ ഫലം, നമ്മൾ ഈ പ്രവർത്തനം ചെയ്ത് നോക്കിയിട്ട് എന്താണ് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിരീക്ഷണത്തിൻ്റെ ഫലം എഴുതുക, നമുക്ക് എന്താണ് ഇത് മനസ്സിലായി എന്നുള്ളത്. പിന്നെ നിഗമനം എഴുതുക ലാസ്റ്റ്. ഇനി മറ്റൊരു പരീക്ഷണം കൂടി ചെയ്താലോ? ഒരു സൈക്കിൾ ട്യൂബിൽ കാറ്റ് നിറക്കുന്നതിന് മുമ്പും നിറച്ചതിന് ശേഷവും ഭാരം പരിശോധിക്കുക. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? എന്താവും കാരണം? വായുവിന് ഭാരമുണ്ട്, അതന്നെയാണ്. അപ്പോൾ വായുവിന് ഭാരമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ഇനി വായുവിൻ്റെ ശക്തിയാണ് അടുത്തത്. ഒരു വായുവിന് ശക്തി ഉണ്ടോ? ഒരു പരീക്ഷണം ചെയ്താലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേസൺ പൈപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ളൊരു പൈപ്പാണ്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പൈപ്പ്. ഓക്കെ, എന്തായാലും മേസൺ പൈപ്പ്, പിന്നെ ഒരു ഒഴിഞ്ഞ പാൽ കവർ, ജസ്റ്റ് ഒരു പാലിൻ്റെ കവർ എടുക്കുക, പിന്നെ പുസ്തകങ്ങളും പിന്നെ ഒരു നൂലുമാണ് വേണ്ടത്. എന്താണ്? ചെറിയ ദ്വാരമുള്ള ഒരു ഒഴിഞ്ഞ പാൽ കവറിലേക്ക് മേസൺ പൈപ്പ് തിരികെ വെച്ച് നൂൽ കൊണ്ട് കെട്ടുക. ഇവിടെ കാട്ടിയ പോലെ നമ്മളിപ്പോൾ ഒരു പാൽ കവർ പാലെടുക്കാൻ വേണ്ടി പൊട്ടിക്കോല, ആ ഒരു ഭാഗത്തേക്ക് മേസൺ പൈപ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് നൂലുകൊണ്ട് കെട്ടുക. എന്നിട്ട് കവറിന് മുകളിൽ ഒരു പുസ്തകം വെക്കുക. ഈ കവറിന് മുകളിൽ ഒരു പുസ്തകം വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ കെട്ടിയ മേസൺ പൈപ്പിലൂടെ നമ്മൾ ഊതിയിട്ട്, അപ്പോൾ എന്താണ് നിരീക്ഷിച്ചത്? സ്വാഭാവികമായിട്ടും എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക്, ഈ പാൽ കവറിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് നിറഞ്ഞിട്ട് അത് വീർത്ത് വരും. പുസ്തകങ്ങൾ എണ്ണം കൂട്ടി നമുക്ക് പ്രവർത്തനം തുടരാം. അപ്പോൾ നമ്മൾ വീണ്ടും പുസ്തകങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ച് ഊതുക. അപ്പോൾ എത്ര പുസ്തകങ്ങൾ ഉയർത്താൻ കഴിയും? നിങ്ങളുടെ ഊഹം എഴുതുക. കൂടുതൽ പുസ്തകങ്ങൾ വെച്ച് മേസൺ പൈപ്പിലൂടെ ശക്തിയായി ഊതുക. നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? പുസ്തകങ്ങൾ വെക്കുന്നതിനനുസരിച്ചും ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് അവിടെ അതേപോലെ. ഇനി എന്താണ്? വായു ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വായു വാതക അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? കറക്റ്റ് ഓരോ ആകൃതിയുള്ള വസ്തുക്കൾ ഖരാവസ്ഥ, എന്നാൽ വെള്ളം പോലുള്ള വസ്തുക്കൾ ദ്രാവക അവസ്ഥ, എന്നാൽ വായു പോലെയുള്ള വസ്തുക്കൾ വാതക അവസ്ഥയിലാണ്. പാർക്കിലും ബീച്ചിലും ഉയർന്നു പൊങ്ങുന്ന ബലൂണിൽ നിറക്കുന്ന ഒരു വാതകമാണ്. എന്താണെന്ന് കണ്ടെത്തുക. വാതകങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? ഇവിടെ വാതകത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതിനും വെള്ളത്തിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു നിശ്ചിത ആകൃതി ഇല്ല. പിന്നെ എന്തൊക്കെ എഴുതാൻ പറ്റും? വാതകങ്ങൾക്ക് ശക്തിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ വാതകങ്ങൾക്ക് ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള വസ്തുക്കൾ പരിചയപ്പെട്ടല്ലോ. അവയുടെ പ്രത്യേകതകൾ അടിസ്ഥാനമാക്കി ഒരു പട്ടിക പൂർത്തിയാക്കുക. അതായത് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. സവിശേഷത, ആകൃതി, ഭാരവും സ്ഥിതി ചെയ്യാനൊരിടോ. ഖരവും ദ്രാവകവും വാതകവും ഉണ്ട്, മൂന്നിൻ്റെയും നോക്കണം. ഖരത്തിന് ആകൃതി ഉണ്ട്, അപ്പോൾ അവിടെ ആകൃതി വേണം. ഖരത്തിന് ആകൃതി ഉണ്ടല്ലോ, കറക്റ്റ് ഒരു ആകൃതി ഉണ്ട്, അപ്പം നമ്മൾ അവിടെ ടിക്ക് ചെയ്യുക. എന്നാൽ ദ്രാവകത്തിനും വാതകത്തിനും നിശ്ചിത ആകൃതി ഇല്ല, അതുകൊണ്ട് അവിടെ നമ്മൾ തെറ്റിടുക. ഇനി ഭാരം എങ്ങനെയാണ്? ഭാരം, ഖരത്തിന് ഭാരമുണ്ട്, അതേപോലെ തന്നെ ദ്രാവകം വെള്ളം, നമ്മൾ വെള്ളം എടുക്കുമ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ എടുത്താൽ അതിനും ഭാരമുണ്ട്, അപ്പോൾ വെള്ളത്തിനും ഭാരമുണ്ട്. വാതകത്തിനും ഭാരമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മൂന്നും ശരിയാണ്. സ്ഥിതി ചെയ്യാനൊരിടം എങ്ങനെയാണ്? സ്ഥിതി ചെയ്യാൻ മൂന്നിനും സ്ഥലം ആവശ്യമാണ്. ഖരത്തിനും സ്ഥലം ആവശ്യമുണ്ട്, ദ്രാവകത്തിനും സ്ഥലം ആവശ്യമുണ്ട്, വാതകത്തിനും സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ മൂന്നും ടിക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് പല രൂപത്തിൽ. ഈ കുട്ടി എന്താ പറയുന്നത്? ഐസും വെള്ളവും ഒരേ പദാർത്ഥമാണല്ലോ. ഐസ് എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ വെള്ളം എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും കാരണം? അനുവിൻ്റെ സംശയം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മറുപടി എന്താണ്? ശരിയാണ്, ഐസും വെള്ളവും ഒരേ പദാർത്ഥമാണ്. വെള്ളം ഐസാകുന്നതാണല്ലോ, ഐസ് ക്യൂബ്. അപ്പോൾ പക്ഷേ വെള്ളം കയ്യിൽ പിടിക്കാൻ കഴിയില്ല നമുക്ക്, ഐസ് കയ്യിൽ പിടിക്കാൻ കഴിയും. ഒരു ഐസ് കഷ്ണം ഒരു പാത്രത്തിൽ എടുത്ത് വെക്കൂ. കുറച്ചു നേരം കഴിഞ്ഞ് നിരീക്ഷിക്കുക.
എന്താ ഉണ്ടാവുക, അത് അലിഞ്ഞ് വെള്ളമായിട്ടുണ്ടാവും. ഇനി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ചിത്രം 1? ഒരു ഐസ് ക്യൂബിൻ്റെ ഫോട്ടോ ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അലിഞ്ഞ് വെള്ളമായിട്ടുണ്ട്. പിന്നെ അത് ചൂടാക്കിയപ്പോൾ എന്താണ്, അത് നീരാവി ആവുന്നുണ്ട്. ഓരോ ചിത്രത്തിലും കാണുന്നത് എന്ത്, അത് ഏത് അവസ്ഥയിലാണുള്ളത്? ഫസ്റ്റ് ഐസ്, അത് ഖരാവസ്ഥയിലാണ്. അടുത്തത് വെള്ളം ദ്രാവകാവസ്ഥയിൽ. പിന്നെ നീരാവിയായി പോകുന്നുണ്ട് വെള്ളം തിളച്ചിട്ട്, അപ്പോൾ നീരാവി വാതകാവസ്ഥയിൽ. ഐസ്, വെള്ളം, നീരാവി എന്നിവ ഒരേ വസ്തുവിൻ്റെ 3 അവസ്ഥകളാണ്. ഏതാണ് ആ വസ്തു? വെള്ളത്തിനെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയുമോ? കഴിയും അല്ലേ? ചിത്രത്തിൽ കാണുന്നത് പോലെ ബീക്കറിൽ ഐസ് എടുത്ത് ചൂടാക്കി നോക്കുക. ദാ ഇവിടെ കാണുന്നുണ്ട്, കുറച്ച് ഐസ് എടുത്തിട്ട് ചൂടാക്കുക. എന്തു മാറ്റമാണ് കാണുന്നത്? എന്താണ്, പെട്ടെന്ന് തന്നെ ആ ഐസ് ഉരുകിയിട്ട് വെള്ളമായി മാറും. വീണ്ടും ചൂടാക്കിയാൽ വെള്ളം തിളക്കാൻ തുടങ്ങും. അപ്പം നീരാവിയായിട്ട് മുകളിലോട്ട് പോകും, നീരാവിയാവും. നീരാവിയെ വീണ്ടും ഐസാക്കി മാറ്റാൻ കഴിയും. എങ്ങനെയാണ്? ആ വെള്ളം തണുപ്പിച്ച് ഐസും കട്ടാക്കി മാറ്റുക. അതിനായി എന്തെല്ലാം ചെയ്യേണ്ടി വരും? താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കാൻ. ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആദ്യം നമ്മൾ ഐസിനെ ചൂടാക്കുന്നു, അപ്പോൾ അത് വെള്ളമായി മാറും. വെള്ളത്തിനെ വീണ്ടും ചൂടാക്കിയാൽ അത് നീരാവിയായി മാറും. എന്നാൽ വീണ്ടും ഈ നീരാവിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ തണുപ്പിക്കുമ്പോൾ അത് സാധാ വെള്ളമായി മാറും, പച്ചവെള്ളമായി മാറും. ഈ വെള്ളത്തിനെ വീണ്ടും നമ്മൾ തണുപ്പിച്ചാൽ അത് ഐസായിട്ട് മാറും. ഇനി മറ്റൊരു ദ്രാവകമാണല്ലോ വെളിച്ചെണ്ണ. ഇതിനെയും 3 അവസ്ഥകളിലേക്ക് മാറ്റാൻ കഴിയുമോ? മാറ്റാൻ കഴിയും. കാരണം വെള്ളത്തിൻ്റെ പോലെ തന്നെയാണ് വെളിച്ചെണ്ണയും. നമുക്ക് തണുപ്പിക്കാനും ചൂടാക്കാനൊക്കെ പറ്റും. അപ്പോൾ അവസ്ഥകൾ മാറും. ഇനി അടിയിൽ ചൂടാക്കുമ്പോൾ അവസ്ഥ മാറുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, നെയ്യ്. പിന്നെ വെള്ളം പറ്റും. പിന്നെ എന്താ കൊടുക്കുക? നമുക്ക് മെഴുക് ഇതേപോലെ തന്നെ ചൂടാക്കിയാൽ ഉരുകും. പിന്നെ തണുപ്പിച്ചാൽ കട്ടാവും മെഴുക്. പിന്നെ നമുക്ക് ചോക്ലേറ്റ് എഴുതാൻ പറ്റും. ചോക്ലേറ്റ് കണ്ടിട്ടില്ലേ നമ്മൾ? വെറുതെ അത് വെച്ചാൽ അത് തന്നെ മെൽറ്റാവും. ഇനി ഇവിടെ മെർക്കുറി എന്ന് കൊടുത്തിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം പൊതുവായി ഖരാവസ്ഥയിലാണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ സാധാരണയായി ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെർക്കുറി. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നു. മെർക്കുറി എന്താണെന്നാണ് പറയുന്നത്? ലോഹങ്ങളൊക്കെ ഖരാവസ്ഥയിലാണ് കാണുക. പക്ഷേ അതിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെർക്കുറി. ഇനി ഒരേ വേഗത്തിലോ? നനഞ്ഞ തുണികൾ കുറച്ച് കഴിഞ്ഞ് ഉണങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തുണിയിലെ വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു? എന്താണ് കാരണം? ഈ തുണിയിലുള്ള വെള്ളം ദ്രാവകമാണല്ലോ. ഈ ദ്രാവകങ്ങൾ ബാഷ്പമായി മാറും. അത് എന്താണ് കാരണം? സൂര്യപ്രകാശം ചൂട് തട്ടിയപ്പോൾ ഈ തുണിയിലെ വെള്ളം ബാഷ്പമായി പോയി. അതാണ് ഉണ്ടായത്. അതാണ് സംഭവിച്ചത്. എല്ലാ ദ്രാവകങ്ങളും ബാഷ്പമായി മാറുമോ? അതെ, മാറും. അപ്പോൾ എല്ലാ ദ്രാവകങ്ങൾക്കും ബാഷ്പമായി മാറാൻ കഴിയും. അപ്പോൾ ബാഷ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാതക അവസ്ഥയിലാകുക, വായു പോലുള്ളൊരു ഇതായി മാറുക. ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ബാഷ്പീകരണം. പിന്നെ അതേപോലെ ഈ ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്നത് ഒരേ വേഗതയിലാണോ? അല്ല, പല ദ്രാവകങ്ങളും പല വേഗതയിലാണ് ബാഷ്പമായി മാറുക. നിങ്ങൾക്കറിയാവുന്ന ദ്രാവകങ്ങളുടെ ബാഷ്പീകരണ വേഗതയിലെ വ്യത്യാസം ഒരു ലഘു പ്രൊജക്റ്റിലൂടെ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. പാല്, വെളിച്ചെണ്ണ, വെള്ളം, സാനിറ്റൈസർ എന്നീ ദ്രാവകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. എല്ലാ ദ്രാവകങ്ങളും ഫില്ലർ ഉപയോഗിച്ച് 5 തുള്ളി, ഫില്ലർ ആ മരുന്നെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് 5 തുള്ളി വീതം ഈ ഓരോ സാധനത്തിൽ നിന്നും ഒരു പാത്രത്തിൽ എടുത്തിട്ട് അത് ഒരേ സ്ഥലത്ത് തുറന്ന് വെക്കുക. തുറന്ന് വെച്ചാലാണ് കൂടുതൽ ബാഷ്പാവുക. തുറന്ന് വെച്ചിട്ട് എന്നിട്ട് നിരീക്ഷിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ ഏതാണ് ബാഷ്പമായി മാറിയിരിക്കുന്നത്, എത്ര സമയം എടുക്കുന്നുണ്ട് ഓരോന്നിനൊന്ന്. അതാണ് ചെയ്ത് നോക്കേണ്ടത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പൊതുവെ ഖരം, സോളിഡ്, ദ്രാവകം, ലിക്വിഡ്, വാതകം, ഗ്യാസ് എന്നീ 3 അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി വിലയിരുത്താൻ കൂടിയുള്ളൂ. വിലയിരുത്താമൊക്കെ നിങ്ങൾക്കുള്ള പരീക്ഷണങ്ങളാണ്. ഒരു ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിനുള്ളിൽ ചെറിയ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. അതിനെ ഒരു പാത്രത്തിലെ വെള്ളത്തിനടിയിൽ കത്തിച്ച് നിർത്താമോ എന്ന്. എന്നിട്ട് അതിൻ്റെ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പിന്നെ രണ്ടാമത്തെ താഴെ തന്നിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക.
വസ്തുക്കൾ. എന്തൊക്കെ വസ്തുക്കൾ? ഖരം, ദ്രാവകമുണ്ട്, വാതകമുണ്ട്. ഖരത്തിന് ആകൃതിയുണ്ട്, പിന്നെന്താ എഴുതുക? ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. പിന്നെ ദ്രാവകം ആകൃതിയില്ല. ദ്രാവകത്തിനും ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ വാതകത്തിനും ആകൃതിയില്ല, ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പരിസരത്തുള്ള വ്യത്യസ്ത വസ്തുക്കൾ നിരീക്ഷിച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കുക. അവയെ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ഓക്കെ, ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ നമ്മുടെ ചുറ്റിലുള്ളത്? ഖരാണോ, ദ്രാവകമാണോ, വാതകമാണോ എന്ന്. ഓക്കെ, അങ്ങനെ പട്ടിക വരച്ച് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാഠം അവസാനിച്ചു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.